ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. 150ഓളം പാപ്പാന്മാരുമുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം. ഗുരുവായൂരിലെത്തുന്ന ഭക്തർ ഈ ആനച്ചന്തം കാണാതെ തിരിച്ചു പോകാറില്ല എന്നതാണ് വാസ്തവം. 65 ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു. ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് വർധനവുണ്ടായില്ല. മനുഷ്യർക്ക് കേൾക്കാൻ പോലും കഴിയാത്ത തരംഗങ്ങളായ 5 ഹെഡ്സിനും 24 ഹെഡ്സിനും ഇടയിലുള്ള തരംഗങ്ങളാണ് ആനകൾ പരസ്പരം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. ഘ്രാണശക്തി മറ്റേതു മൃഗത്തെക്കാളും കൂടുതലാണ് ആനകൾക്ക്. ദുരന്തങ്ങൾ മണിക്കൂറുകൾക്ക് മുൻപ് മനസ്സിലാക്കാനും അവയ്ക്ക് കഴിയും. മനുഷ്യവികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് പെരുമാറാനുമുള്ള സവിശേഷ ഗുണവും ആനകൾക്കുണ്ട്. ദുരന്തഭൂമിയിൽ നിന്നും ഭയശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണ്. ദുരന്തഭൂമിയിൽ നിന്ന് മുൻകൂട്ടി കൂട്ടത്തോടെ മൃഗങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിത മാർഗം തേടി പലായനം ചെയ്യുന്നത് പലയിടങ്ങളിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2004 ഡിസംബർ 24-നുണ്ടായ സുനാമി ദുരന്തത്തിന് മുൻപ് ശ്രീലങ്കയിലെ ദേശീയ പാർക്കിന്റെ തീരമേഖലയോട് ചേർന്ന ഭാഗത്തു നിന്നും ആനകൾ കൂട്ടമായി ഉൾഭാഗങ്ങളിലേക്ക് നീങ്ങിയതിന് ശാസ്ത്രീയമായ റിപ്പോർട്ടുകളുണ്ട്. കാടിറങ്ങി വരുന്ന ആനകളെ ഉപദ്രവിക്കാതിരിക്കുക, അവയുടെ ചെറിയ ആവശ്യങ്ങൾ കണ്ടെത്തി പരിപാലിക്കുക. തീർച്ചയായും മനുഷ്യ വന്യജീവി പ്രതിസന്ധി ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നത് തീർച്ചയാണ്. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുന്നത്. ഓരോ ആനകൾക്കും 3 പാപ്പാന്മാർ വീതമുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം തന്നെ നിലവിലുണ്ട്. ഞാൻ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റാണ്. ഇത് കൂടാതെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗം കൂടിയാണ്. പേര് ഡോക്ടർ ഉഷ റാണി. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ വെച്ച് വെറ്റിനറി ഡോക്ടർമാർക്കായിട്ട് ഒരു 3 ദിവസത്തെ കണ്ടിന്യൂയിങ് വെറ്റിനറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമായിട്ട് നടത്തുകയുണ്ടായി. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. പാപ്പാന്മാർക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുക എന്നുള്ളതാണ് ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക. അതുപോലെ നല്ല രീതിയിൽ ആനകളെ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന കുറച്ച് പാപ്പാൻ മറ്റുള്ളവർക്കൊരു മാതൃക എന്നുള്ള നിലയ്ക്ക് അവരെ ആദരിക്കുക. അതുപോലെ ആ റൂട്ട് ഇത്രയും പരിപാടികളാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആന ചികിത്സാ വിദഗ്ധര് നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട്. ആനകളുടെ വെൽഫെയർ ഉദ്ദേശിച്ചിട്ട് നടത്തുന്നതാണ്. അപ്പൊ നമ്മുടെ ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ പോണ നമ്മുടെ കോട്ടയിൽ എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ട് ഇതൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിനെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ദേവസ്വം ചെലവഴിക്കുന്നതും ഈ ആനക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അതിൻ്റെ ആ പ്രാധാന്യം. കണ്ണൻ്റെ ആനകൾക്കുള്ള ഒരു പ്രാധാന്യം അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആനക്കോട്ടയിലെ ആനകളൊക്കെ എന്നും സുന്ദരന്മാരും സുന്ദരിമാരായി ഇരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആ പ്രായം തോന്നാത്ത രീതിയിൽ ആനകളെ വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. അതാണ്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മദപ്പാട്, കാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയും ആനക്കോട്ടയിൽ മാത്രമേ ഉള്ളൂ. ദേവസ്വം ആനക്കോട്ടയിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവിയാണ് മേലധികാരി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് ഏക്കവും മറ്റ് ആനകളേക്കാൾ കൂടുതലാണ്. ആന എന്നാൽ പൂരപ്രേമികൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾ കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ. ആനകളുടെ ആയുസ് തീരുന്നതിനനുസരിച്ച് ആനകളെ നടക്കിരുത്തൽ നടക്കാത്തതിനാൽ എണ്ണം കുറയുന്നതിനനുസരിച്ച് ആനകളുടെ വർധനം ഉണ്ടാകുന്നില്ല എന്ന ആശങ്ക ആനപ്രേമികൾക്കുണ്ട്. അതുകൂടി പരിഹരിക്കാനായി ദേവസ്വവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ആനപ്രേമികളുടെയും ഭക്തരുടെയും ആവശ്യം.